അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1346, സൂറത്ത് യൂനുസ് 90 മുതൽ 92 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجاوزنا ببني إسرائيل البحر فأتبعهم فرعون وجنوده بغيا وعدوا حتى إذا أدركه الغرق قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين الآن وقد عصيت قبل وكنت من المفسدين فاليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وجاوزنا ببني إسرائيل البحر. ഇസ്രായേൽ സന്തതികളെ നാം കടൽ കടത്തി. ഫഅത്ബഅഹും, അപ്പോൾ അവരെ പിന്തുടർന്നു. ഫിർഔനു ജുനൂദുഹു, ഫറോവയും അവന്റെ സൈന്യവും പിന്തുടർന്നു. ബഗയൻ വഅദുവ, അതിക്രമമായും ശത്രുതാപരമായും പിന്തുടർന്നു. ഹത്താ ഇദാ അദറകഹുൽ ഗറഖു, അങ്ങനെ അവനെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന അവസ്ഥ അവനെ പിടികൂടിയപ്പോൾ, ഫറോവയെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന അവസ്ഥ അവനെ പിടികൂടിയപ്പോൾ, കാല, അവൻ പറഞ്ഞു, വെള്ളത്തിൽ മുങ്ങി മരിക്കാറായപ്പോൾ അവൻ പറഞ്ഞു, ആമന്തു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, നിശ്ചയം ഇസ്രയേലികൾ വിശ്വസിച്ച അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് ഞാനും വിശ്വസിച്ചിരിക്കുന്നു എന്നവൻ പറഞ്ഞു. വാനമിനൽ മുസ്ലിമീൻ, ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്നും അവൻ ചേർത്തു. പക്ഷേ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അവനോട് വന്ന ചോദ്യം, ആൽ ആന, ഇപ്പോഴാണോടാ തനിക്ക് വിശ്വസിക്കാൻ സമയം കിട്ടിയത്? വഖദ് അസൈത ഖബ്ലു, നേരത്തെ ഒക്കെ നീ ധിക്കാരം പ്രവർത്തിച്ചു, കൽപ്പനയ്ക്ക് എതിരു നിന്നു. വകുന്ത മിനൽ മുഫ്സിദീൻ, നീ കുഴപ്പക്കാരുടെ കൂട്ടത്തിൽ പെടുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോഴുള്ള നിന്റെ ഈ വിശ്വാസം അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല എന്നർത്ഥം. ഫൽയൗമ, ഇന്ന്, നുനജ്ജീക, നിന്നെ നാം രക്ഷപ്പെടുത്തും, ബദനിക, നിന്റെ ശരീരത്തോടുകൂടെ. ശരീരത്തോട് രക്ഷപ്പെടുന്ന നിന്റെ ശരീരത്തെ ഞാൻ ഇവിടെ ജനങ്ങൾക്ക് കാണാൻ പറ്റും വിധത്തിൽ സംരക്ഷിക്കും. ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പുറകിൽ വരുന്ന ആളുകൾക്ക് നീ ഒരു ദൃഷ്ടാന്തമായിരിക്കേണ്ടതിനു വേണ്ടി. വഇന്ന കസീറൻ മിനന്നാസി, നിശ്ചയം ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മിക്കവരും ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ടുള്ള ഗാഫിലൂൻ, അശ്രദ്ധർ തന്നെയാണ്, ശ്രദ്ധയില്ലാത്തവർ തന്നെയാണ്. ഞാനാണ് ഏറ്റവും വലിയ ദൈവം എന്നുവരെ വാദിച്ചയാളാണ് ഫറോവ. പക്ഷെ അവൻ സാധാരണ ഒരു മനുഷ്യൻ വെള്ളത്തിൽ മുങ്ങിയാൽ മരണപ്പെടുന്നത് പോലെ അവനും എന്ത് ചെയ്തു? അങ്ങനെ വെള്ളത്തിൽ മുങ്ങി അതിദയനീയമായി മരിച്ചുപോയി എന്ന് വരുമ്പോ ഞാനാണ് ദൈവം എന്ന വാദമൊക്കെ ചുമ്മാ പുളുവടിച്ചതായിരുന്നു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ലോകത്ത് ഒരാൾക്കും, അവൻ എത്ര വലിയ സുൽത്താനായാലും എത്ര വലിയ ഭരണാധികാരിയായാലും ഏതൊക്കെ സംവിധാനങ്ങൾ അവന്റെ കയ്യിലുണ്ടായാലും അവന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഫറോവയുടെ ബോഡി അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചത് എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. നമുക്ക് അപ്പോൾ കാണാം, കഴിഞ്ഞ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ കൂടെ
ആ ഫറോവയുടെ കൊട്ടാരത്തിലെത്തിയതും ഇസ്ലാമിലേക്കുള്ള ക്ഷണവും മറ്റു സംഗതികളും ഒക്കെ വിശദീകരിച്ചു. എന്നാൽ ഫറോവയും അവന്റെ ആളുകളും അതിഗുരുതരമായ ധിക്കാരങ്ങളുമായി അതിനെ നേരിടുന്ന ശൈലി സ്വീകരിച്ചപ്പോൾ മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്തുവല്ലോ. എന്ത്? പടച്ചോനെ, അവരുടെ സമ്പത്തൊക്കെ നീ ഒന്ന് നശിപ്പിച്ച് അവർക്ക് യാതൊരു വിധത്തിലുള്ള രക്ഷയുമില്ലാത്ത വിധത്തിൽ അവരെ നീ പൂട്ടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മൂസ നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. ആ ദുആയുടെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം ചെയ്തുകൊണ്ട് ഇസ്രായേലികൾക്ക് രക്ഷയും അതേപോലെ തന്നെ ഫറോവക്കും അവന്റെ ആളുകൾക്കും കടുത്ത ശിക്ഷയും സമ്മാനിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനമെടുത്തതാണ് ഇവിടെ രേഖപ്പെടുത്തുന്നതും പറയുന്നതും. വലഖദ് വജാവസ്നാ ബിബനി ഇസ്രായീൽ അൽ ബഹറ, ബനൂ ഇസ്രായേലിനെ നാം കടൽ കടത്തി എന്ന് പറഞ്ഞാൽ കടൽ കടന്ന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തു. അങ്ങനെ അവർ കടൽ കടന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ പോയപ്പോൾ ഫഅത്ബഅഹും ഫിർഔനു വജുനൂദുഹു, ഫറോവയും അവന്റെ സൈന്യവും അവരെ പിന്തുടർന്നു. ബഗയം വഅദുവ, ശാസ്ത്രവും അതേപോലെ അതിക്രമവുമായിട്ട് പിന്തുടർന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഇതിന്റെ ചരിത്രം? ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലികൾക്ക് നൽകിയ മതപരമായും ഭൗതികമായുമായിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയാണ്. എന്താണത്? വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നത്. കാരണം ഫറോവയും അവന്റെ ആളുകളും അവർ ഇസ്രായേലികളെ അടിമപ്പണിയെടുപ്പിച്ചുകൊണ്ട് കടുത്ത പീഡനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഫറോവയിൽ നിന്ന് അവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ മൂസ നബി അലൈഹി ഇസ്ലാമിന് ഏറ്റവും വലിയ വിമോചകനായി അല്ലാഹു തആല അവരിലേക്ക് നിയോഗിച്ചതാണ്. ആ രക്ഷപ്പെടുത്തി അവർക്ക് സ്വസ്ഥതയുടെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്ത കാര്യമാണ് ഇവിടെ പറയുന്നത്. ഫറോവയെയും അവന്റെ സൈന്യത്തെയും അല്ലാഹു തആല എങ്ങനെയാണ് മുക്കി നശിപ്പിച്ചത്? ഇസ്രായേലികൾ അവരെ രാത്രിയിൽ മിസ്രിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ അല്ലാഹു തആല മൂസ നബി അലൈഹി ഇസ്ലാമിനോട് നിർദ്ദേശിച്ചു. അങ്ങനെ ആ ഇസ്രായേലികൾ ഖിബ്തികൾ എന്ന അവരുടെ യജമാനന്മാരിൽ നിന്ന് പലരും ആഭരണങ്ങളും മറ്റുമൊക്കെ കടം വാങ്ങിയിരുന്നു. എന്ന് പറഞ്ഞാൽ ചില ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി. അതൊക്കെ ആയിട്ട് തന്നെ ആ ഇസ്രായേലികൾ ഈജിപ്ത് വിട്ടു. അങ്ങനെ എല്ലാവരും മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഇസ്രായേലികളെല്ലാം രക്ഷപ്പെട്ടു പോയി എന്ന വിവരം അറിയുകയാണ് ഫറോവ. എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഇസ്രായേലികൾ അടിമകളെ പോലെ പണിയെടുത്തുകൊണ്ടിരിക്കല്ലേ. അപ്പൊ രാത്രിയൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇസ്രായേലിയെ വിളിക്കുകയാണ് ഖിബ്തി, റോയൽ ഫാമിലിയിൽപ്പെട്ട ആളുകൾ. പക്ഷെ ഒരു വീട്ടിലും ഇസ്രായേലികളെ കാണാനില്ല. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ ഫറോവയുടെ ധാർഷ്ട്യവും അതേപോലെ ദേഷ്യവും വർദ്ധിക്കുകയും അവരുടനെ തന്നെ എല്ലാ അങ്ങാടികളിലും അതേപോലെ ജനങ്ങൾ കൂടുന്നിടത്തുമൊക്കെ പ്രത്യേകമായിട്ട് എല്ലാ പട്ടാളക്കാരും അതേപോലെ ജനങ്ങളും അലർട്ടാവാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. അങ്ങനെ വലിയൊരു സൈന്യവുമായി എല്ലാ സ്ഥലത്തു നിന്നും പെട്ടെന്ന് തന്നെ സംഘങ്ങൾ ഒരുമിച്ച് കൂടുകയും അക്കാലത്തെ മുസ്ലിമീങ്ങളായ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെയും അതേപോലെ തന്നെ ഇസ്രായേലികളുടെയും പുറകെ കൂടി അവരെ പിടികൂടാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അതിശക്തമായിട്ടുള്ള ഒരു സൈന്യത്തെയും വഹിച്ചുകൊണ്ടുള്ള അവന്റെ മുന്നേറ്റം, ആ മുന്നേറ്റത്തിൽ നിന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വലം യതഖല്ലഫു അൻഹു അഹദും മിമ്മൻ ലഹു ദൗലത്തും വസുൽത്താനും ഫീ സായിരി മംലകതിഹി, തന്റെ അധികാരപരിധിയിൽപ്പെട്ട ഒരു സ്ഥലത്തും അധികാരത്തിന്റേതായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളും തന്നെ മാറി നിൽക്കാത്ത വിധം എല്ലാവരും സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു സൈനിക മുന്നേറ്റത്തിന് ഫറോവ കോപ്പുകൂട്ടുകയുണ്ടായി. അങ്ങനെ ഫലഹഖൂഹും വഖത ശുറൂഖി ശംസി, സൂര്യോദയത്തിന്റെ സമയത്ത് ചെങ്കടലിന്റെ വക്കത്ത് വെച്ച് രണ്ടു കൂട്ടരും തമ്മിൽ കണ്ടുമുട്ടുന്നു മുഖാമുഖം. ആ മുഖാമുഖം കണ്ടുമുട്ടുന്ന സന്ദർഭത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട സൂറത്തു ശുഅറാഇന്റെ 61-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫലമ്മാ തറാഅൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. രണ്ടു സംഘങ്ങൾ പരസ്പരം മുഖാമുഖം കണ്ടുമുട്ടിയപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ ഇസ്രായേലികൾ പറഞ്ഞു, മൂസാ നബിയെ ഇന്നാ ലമുദ്റകൂൻ, നാം പിടിക്കപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ചുറ്റുഭാഗത്തും ഫറോവയുടെ സൈന്യമാണ്,
ഇനി രക്ഷപ്പെടാനുള്ള യാതൊരു പഴുതും നമ്മുടെ മുന്നിലില്ല എന്ന്. അതായത് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, അന്നഹും ലമ്മൻ തഹവു ഇലാ സാഹിലിൽ ബഹരി, ചെങ്കടലിന്റെ വക്കത്തേക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമും അനുയായികളും എത്തിയപ്പോൾ വാദറക്കഹും ഫിർഔനു, ഫറോവയാണെങ്കിലും അവരുടെ തൊട്ടു പിന്നിൽ എത്തുകയും ചെയ്തു. ആ സമയത്ത് വലം യബ്ഖ ഇല്ലാ യതഖാതലൽ ജംആൻ, രണ്ട് വിഭാഗവും തമ്മിൽ ഇനി പൊരിഞ്ഞ പോരാട്ടമല്ലാതെ മറ്റൊരു വഴിയും മുന്നിലില്ല. തിരിച്ചോടാൻ നിവൃത്തിയില്ല, കാരണം അവിടെ ഫറോവയുടെ സൈന്യം വളഞ്ഞിരിക്കുന്നു. ഇനി മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ മുന്നിലുള്ളത് ചെങ്കടലാണ്, എന്തു ചെയ്യാൻ പറ്റും? ചെകുത്താനും കടലിനും ഇടയിൽ എന്ന് പറയുന്നത് പോലത്തെ ഒരു പ്രതീതിയിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ ഇസ്രയേലികൾ എത്തിപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളായ ഇസ്രയേലികൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരുന്നു, ഇപ്പോൾ ഈ വന്നുപെട്ട പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി? ഫറോവയുടെ ആളുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഇനി എന്തുണ്ട് മാർഗം? നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നുവെന്ന് വിചാരിച്ചുവെങ്കിലും അവനും ആളുകളും നമ്മുടെ തൊട്ടടുത്തെത്തിയല്ലോ. നമ്മൾ തമ്മിലൊരു മൽപ്പിടുത്തം നടത്തി, ഒരു പോരാട്ടം നടത്തി. ഫറോവയെയും അവന്റെ ആളുകളെയും തോൽപ്പിക്കുക എന്ന് നമുക്ക് സാധ്യമായ പണിയാണോ? അത് സാധ്യമല്ലെങ്കിൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ എന്താ മാർഗം? നിങ്ങളല്ലേ ഞങ്ങളെ പിടിച്ചിറക്കി കൊണ്ടുവന്നത്, എന്തെങ്കിലും ഒരു തീരുമാനം പറയൂ എന്ന അർത്ഥത്തിൽ ബനൂ ഇസ്രായേലർ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഒരിക്കലും നിങ്ങളാരും വിഷമിക്കണ്ട, എന്റെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹം എന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് അവൻ എനിക്ക് വഴി കാണിച്ചു തരും. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് നിങ്ങളെ ഇറക്കിക്കൊണ്ടുവന്നതല്ല. അന്നസ്രി ബി ഇബാദി, എന്റെ അടിമകളെ രാത്രിയിൽ അവിടുന്ന് കൊണ്ടുവരണമെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ പാതി വഴിയിൽ വെച്ച് ശത്രുവിന് വിഴുങ്ങാൻ പാകത്തിൽ അല്ലാഹു തആല ഇട്ടുകൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി ഏതാണെന്ന് അള്ളാഹു കാണിച്ചു തരും. അതുകൊണ്ട് ഡോണ്ട് വറി. ഇതാണ് എന്ത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം ഇസ്രയേലികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത്. എന്തൊരു ധീരതയുള്ള, അതേപോലെ തന്നെ അതിശക്തമായിട്ടുള്ള മനസ്സമാധാനത്തോടെയുള്ള മറുപടിയാണ് ഇതെന്ന് നോക്കൂ. കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ നാഥനുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. എന്ത് റൂട്ട് സ്വീകരിക്കണം എന്ന് അവൻ എനിക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് ആരും വിഷമിക്കണ്ട, നിങ്ങളെ ഫറോവയും അവന്റെ ആളുകളും ഒരു ചുക്കും ചെയ്യില്ല എന്നർത്ഥം. അങ്ങനെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറഞ്ഞു എന്ന് ചിന്തിച്ച ഘട്ടത്തിൽ കാര്യങ്ങളൊക്കെ വിശാലമായി. ഫാമറഹുല്ലാഹു തആല അയ്യദ്രിബൽ ബഹറ ബിഅസാഹു, മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കയ്യിലുള്ള വടി കൊണ്ടടിക്കാൻ കൽപ്പിച്ചു. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം വടി കൊണ്ടടിച്ചപ്പോൾ ഫംഫലഖ, ആ സമുദ്രം അതാ പിളരുന്നു. ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അലീം, ആ സമുദ്രം രണ്ടായി മാറി നിൽക്കുകയാണ്. വെള്ളം രണ്ടു ഭാഗത്തേക്ക്, രണ്ടു മല കണക്കെ വെള്ളം ഇങ്ങനെ മാറി നിൽക്കുന്നു. കത്തൗദിൽ അലീം ചക്കൽ ജബലിൽ അലീം എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. വെള്ളം രണ്ടു ഭാഗമായി മാറി നിൽക്കുന്നു. വസാറസ്നി അശറ തരീഖൻ, ആ വെള്ളം മാറി നിന്നിടത്ത് 12 വഴികൾ രൂപപ്പെടുന്നു. ലികുല്ലി സിബത്തിൻ വാഹിദ്, ഇസ്രയേലികൾ 12 താവഴികളാണ്. അതുകൊണ്ട് ഓരോ താവഴിയിലുള്ള ആളുകൾക്കും പ്രവേശിക്കാൻ പറ്റും വിധത്തിൽ 12 വഴികൾ അവിടെ രൂപപ്പെടുന്നു. ആ 12 വഴികൾ, ഇതുവരെയും വെള്ളവും ചെളിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമല്ലേ, വെള്ളം മാറി നിന്നാൽ പോലും സ്മൂത്തായിട്ട് നടക്കാൻ സാധിക്കുമോ? നിറച്ച് ചെളി കെട്ടിക്കിടക്കുകയായിരിക്കില്ല അവിടെ ആണ്. അപ്പൊ വാമർ അല്ലാഹു റിഹ, കാറ്റിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, അവിടെയുള്ള ആ ചെളിയൊക്കെ ഒന്ന് പെട്ടെന്ന് കാറ്റടിച്ച് ഉണക്കിക്കളയാൻ, ഭൂമിയെ ഉണക്കിക്കളയാൻ വേണ്ടി കൽപ്പിച്ചു. ഖുർആൻ നിങ്ങൾ നോക്കൂ, സൂറത്തു താഹയുടെ 77-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് കാണാം, فَاضْرِبْ لَهُمْ طَرِيقًا فِي الْبَحْرِ يَبَسًا لَا تَخَافُ دَرَكًا وَلَا تَخْشَىٰ. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുകയാണ്, ആ ചെങ്കടലിൽ അവർക്ക് ഒരു വഴി നിങ്ങൾ ഏർപ്പാടാക്കുക. എങ്ങനത്തെ വഴി? യബസൻ, ഉണങ്ങിയ വഴി എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് നടക്കാൻ പറ്റണം. ലാ തഖാഫു ദറക്കൻ, ശത്രുക്കൾ പിടികൂടുമെന്ന ഭയം വേണ്ട. അതേപോലെ തന്നെ വലാ തഖ്ശ, മറ്റേതെങ്കിലും ഭീഷണികൾ വരുമെന്ന പേടിയും വേണ്ട. വളരെ ആത്മസംയമനത്തോടുകൂടെ സമാധാനത്തോടുകൂടെ അവർക്ക് സ്മൂത്തായി നടന്നു പോകാൻ പറ്റും വിധത്തിലുള്ള സംവിധാനം ചെങ്കടലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തു. അങ്ങനെ
വെള്ളം മാറി നിൽക്കുമ്പോൾ തന്നെ, വെള്ളം മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാ മാറി നിൽക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ താവഴിക്ക് പോകാനുള്ള ഓരോ വഴി ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ? ഈ വഴികൾക്കിടയിൽ വെള്ളം ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ജനവാതിൽ പോലെ, ജനല് പോലെയുള്ള അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നോക്കിയാൽ അപ്പുറത്തെ ടീമിനെ കാണാൻ പറ്റണം, അപ്പുറത്തും നോക്കിയാൽ അതിന്റെ അപ്പുറത്തെ ടീമിനെ കാണാൻ പറ്റണം. ആ വിധത്തിലാണ് എന്ത് ചെയ്യണത്? വെള്ളം അവർക്ക് ഒരു ജനൽ ഇടക്കിടക്ക് വെച്ചതുപോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാക്കി വെള്ളത്തിന്റെ സംവിധാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തിനാണത്? ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ലി യറാ കുല്ലു ഖൗമിൻ അല്ലാഖരീന ലി അല്ലാ യظنوا അന്നഹും ഹലക്കു. ഓരോരുത്തരും മറ്റു ആളുകളെ കാണണം. ഓരോ താവഴിയിൽപ്പെട്ട ആളുകൾ അവരൊരു വഴിയിലൂടെ പോവല്ലേ, അപ്പൊ അവരങ്ങോട്ട് വലത്തോട്ട് നോക്കിയാലും ഇടത്തോട്ട് നോക്കിയാലും അവരുടെ മറ്റു താവഴികളിൽപ്പെട്ട ആളുകൾ അതിലൊക്കെ സ്മൂത്തായിട്ട് സുരക്ഷിതരായിട്ട് നടക്കുന്നുണ്ട് എന്ന് കാണണം. അല്ലെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു, പക്ഷേ നമ്മുടെ കൂട്ടുകാരൊക്കെ മുങ്ങി മരിച്ചിട്ടുണ്ടാകുമെന്ന ഭയം, അതേപോലെ തന്നെ അത്തരമൊരു അസ്വസ്ഥത അവർക്ക് ഉണ്ടാവൂലേ, അതില്ലാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ഏർപ്പെടുത്തി. അങ്ങനെ ഇസ്രായേലികളെല്ലാവരും ചെങ്കടലിന്റെ അക്കരെ കടന്നു. അങ്ങനെ ഇസ്രായേലികളിൽപ്പെട്ട അവസാനത്താളും രക്ഷപ്പെട്ടപ്പോഴാണ് ഫറോവ ചിന്തിക്കുന്നത്, ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, അവരെ പിടികൂടണം. അതുകൊണ്ട് എന്ത് ചെയ്തു? ഫറോവയും അവന്റെ ആളുകളും ചെങ്കടലിന്റെ അടുത്തേക്ക് നീങ്ങി. കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള ശ്രമം, പല വിധത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, കടുത്ത കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ 1,00,000 ആളുകൾ സൈന്യത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. മറ്റു കളറുകളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചവർ വേറെയുമെന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആ ചെങ്കടലിന്റെ അടുത്തേക്ക് അവരെത്തിയപ്പോൾ അവർക്ക് പെട്ടെന്ന് ഭയം തോന്നുകയും അവർ തിരിച്ചു പോരാൻ ആലോചിക്കുകയും ചെയ്തു. പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ രേഖപ്പെടുത്തിയതുപോലെ അത് സാധ്യമല്ലല്ലോ, രക്ഷപ്പെടേണ്ട സമയമല്ലല്ലോ ഇപ്പൊ ഇവിടെ. നഫദൽ ഖദറു, പടച്ചതമ്പുരാന്റെ തീരുമാനം നടപ്പാകണ്ടേ. വസ്തുജീബത്തിന്റെ ദഅവ, അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി ഇസ്ലാം നടത്തിയ ദുആക്ക് ഉത്തരം നൽകപ്പെടണ്ടേ. അതുകൊണ്ട് തന്നെ ഫറോവയും അവന്റെ ആളുകളും ചെങ്കടലിന്റെ വക്കത്തെത്തുമ്പോൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതാണ്, ഇബ്ലീസ് എടോ അങ്ങോട്ട് ഇറങ്ങിയല്ലേ, നിങ്ങളെ ആപ്പീസ് പൂട്ടും എന്ന് പറഞ്ഞപ്പോ ഫറോവക്ക് ഭയം തോന്നുകയും തിരിച്ചു പോരാനൊരുങ്ങുകയും ചെയ്തു. പക്ഷെ ജിബ്രീൽ അലൈഹി ഇസ്ലാം നല്ല ഒരു സുന്ദരിയായ ഒരു കുതിരയുടെ പുറത്ത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി ഇസ്ലാം ആ കടലിലേക്ക് വരികയും അങ്ങനെ ഈ ഫറോവയുടെ കുതിരയുടെ അടുത്തുകൂടെ അങ്ങനെ നടക്കുകയും ചെയ്തു. ഈ ജിബ്രീൽ അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന നല്ല സുന്ദരിയായിട്ടുള്ള കുതിര അങ്ങനെ വന്നപ്പോ സ്വാഭാവികമായിട്ടും ഫറോവയുടെ കുതിര എന്തായി? എതിർലിംഗത്തിൽപ്പെട്ട കുതിരയെ കണ്ടപ്പോ അതിനോടുള്ള മാനസികമായ ആകർഷണം കാരണത്താൽ അതിന്റെ അടുത്തേക്ക് നീങ്ങി. അതിന്റെ അടുത്തേക്ക് നീങ്ങുമ്പോൾ ആ ഫറോവക്ക് പോലും എന്തിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, തന്റെ കുതിരയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കുതിരയുടെ പുറകെ ഫറോവയുടെ കുതിര അങ്ങനെ നടക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഫഖ്തഹമൽ ബഹറ വദഖലഹു, സമുദ്രത്തിലേക്കാണ് നീങ്ങുക ചെയ്യുന്നത്. അങ്ങനെ സമുദ്രത്തിലേക്ക് ആരും എത്തുകയാണ്? ഫറോവയും എത്തുകയാണ്. ഫറോവ സമുദ്രത്തിലേക്ക് എത്തുമ്പോ സ്വാഭാവികമായും ഫറോവക്ക് വേണ്ടിയല്ല, ഫറോവ ഈ കുതിരയുടെ പുറത്തല്ലേ ഉള്ളത്. ആ കുതിരയാണ് എന്ത് ചെയ്യേണ്ടത്? സമുദ്രത്തിലേക്ക് ഇറങ്ങുന്നത്. നിയന്ത്രിച്ചിട്ടോ കൺട്രോൾ ചെയ്തിട്ടോ കിട്ടണില്ല. അങ്ങനെ എത്തിയപ്പോ പിന്നെന്തായി? ഫറോവ സമുദ്രത്തിലേക്ക് ഇറങ്ങാണ്. സമുദ്രത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ഒപ്പുള്ള ആളുകളൊക്കെ നീങ്ങുന്നു, ഫറോവയുടെ കൂടെ സമുദ്രത്തിലേക്ക് തന്നെ നീങ്ങുന്നു. അങ്ങനെ എല്ലാവരും സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇസ്രായേലികൾക്ക് മാത്രമല്ല നമുക്കും ഈ കടലൊക്കെ പരിചയമുള്ളത് തന്നെയല്ലേ, നമുക്കും ഇതിലൂടെ പ്രവേശിച്ച് അവരെ പിടികൂടാമെന്ന തീരുമാനത്തിൽ ഫറോവയും അവന്റെ ആളുകളും എത്തുന്നു. അങ്ങനെ എല്ലാവരും ഫഖ്തഹമു കുല്ലുഹും മിൻ ആഖിരിഹിം, അവരെല്ലാവരും കടലിലേക്ക് ഇറങ്ങി. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇസ്രായേലികൾ മുഴുവനും ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ടു. അവസാനത്താളും ഫറോവയും അവന്റെ കൂടെയുള്ള അവസാനത്താളും കടലിൽ ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു. ആ സമയത്ത് ഇനി ആരും അവർ ബാക്കി നിൽക്കാതിരിക്കാൻ മീകായിൽ അലൈഹി ഇസ്ലാം ആ സൈന്യത്തിലുള്ള ഓരോരുത്തരെയും തെളിച്ചുകൊണ്ട് കടലിലേക്ക് തന്നെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കടലിലിറങ്ങി പൂർണ്ണമായി ഫറോവയുടെ കൂടെ വന്ന ആളുകളെല്ലാം കടലിലെത്തിയപ്പോൾ ഇനി എന്ത് ചെയ്യണം? നമുക്ക് അക്കരെ കടന്ന് ഇവരെ പിടികൂടാൻ രക്ഷപ്പെടണം എന്ന കണ്ടീഷനിൽ അവർ കുറച്ചങ്ങോട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ അമറല്ലാഹുൽ ഖദീർ, എല്ലാ ശക്തിയുമുള്ള അല്ലാഹു തആല കടലിനോട് കൽപ്പിക്കുന്നു അവരുടെ മേലിൽ ആ വെള്ളം ഒന്നിങ്ങനെ ഇപ്പൊ മാറി നിൽക്കല്ലേ, വെള്ളം രണ്ടു ഭാഗത്തേക്ക് മല കണക്കെ മാറി നിന്നിരിക്കല്ലേ.
ആ മാറി നിന്ന വെള്ളത്തോട് വീണ്ടും ഇങ്ങോട്ട് കൂടാൻ വേണ്ടി പറഞ്ഞു. വെള്ളം പഴയ പോലെ കൂടുകയാണ്. വെള്ളം ഇങ്ങനെ കൂടുമ്പോ ഫലം മെഞ്ചുമിൻഹും അഹദുൻ, അവരിൽ നിന്ന് ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. വജഅലത്തിൽ അംവാജു തർഫഉഹും വതുഖ്ഫിദുഹും, തിരമാലകൾ അവരെ മേലോട്ട് പൊക്കുകയും അതേപോലെ താഴോട്ടിടുകയും ചെയ്യുന്നു. തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ഒന്നിനു പുറകെ ഒന്നായി. ഫറോവയുടെ മേൽ തന്നെ തിരമാലകൾ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. വാശിയത്തുഹു സക്കറാത്തുൽ മൗത്ത്, മരണത്തിന്റെ വേദന അവനെ പിടികൂടുന്ന അവസ്ഥ വന്നു. ആ സമയത്ത് ആ ഒരു കണ്ടീഷനിലെത്തിയപ്പോൾ രക്ഷപ്പെടാൻ ഇനി വഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഫറോവ പറയുന്നത് എന്ത്, ഹത്താ ഇദാ അദറക്കഹുൽ ഗറഖു, മുങ്ങി മരിക്കുക എന്ന സാഹചര്യം അവനെ പിടികൂടിയപ്പോൾ ഖാല, ഫറോവ പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, ഇസ്രായേലികൾ വിശ്വസിച്ച അല്ലാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് ഞാനും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. വാനമിനൽ മുസ്ലിമീൻ, ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് എന്നും അവൻ ചേർത്ത് പറഞ്ഞു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആൽ ആന, ഇപ്പോഴാണോടാ നിനക്ക് വിശ്വസിക്കാൻ സമയം കിട്ടിയത്, വഖദ അസൈത ഖബലു, നേരത്തെ നീ കൽപ്പനയ്ക്ക് എതിര് നിന്നു. മൂസാ നബി അലൈഹി സ്വലാം എത്ര ഹൃദയസ്പർക്കായിട്ടാണ് നിന്നോട് കാര്യങ്ങൾ വിശദീകരിച്ചത്, പക്ഷെ അത് ഉൾക്കൊള്ളാൻ നീ തയ്യാറായില്ല, നീ മുട കാണിച്ചു. എന്നാൽ വകുന്ത മിനൽ മുഫ്സിദീൻ, നീ കുഴപ്പമുണ്ടാക്കുന്നവരിൽ പെടുകയും ചെയ്തു. നിന്നെക്കൊണ്ടാവും വിധത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിനെ ദ്രോഹിക്കാനാണ് നീ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ നീ മുങ്ങി മരിക്കേണ്ടവനാണ് എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിന്റെ ദുആ പോലെ അല്ലാഹു തആല ഫറോവയോട് പറഞ്ഞു. അങ്ങനെ ഫറോവ ചെങ്കടലിൽ മുങ്ങി മരിച്ചു. പടച്ചോന്റെ പ്രഖ്യാപനം, ഫൽയൗമനുനജ്ജിക ബിബദനിക, ഇന്ന് നിന്റെ ശരീരത്തെ നമ്മൾ രക്ഷപ്പെടുത്തുന്നു. ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പുറകിൽ വരുന്നവർക്ക് നീ ഒരു പാഠമാവാൻ വേണ്ടി. എന്താണ്? വഇന്ന കസീറൻ മിനൻ നാസി, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അധിക പേരും അൻ ആയാതിനാ ലഗാഫിലൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അശ്രദ്ധരാണ്. അതുകൊണ്ട് തന്നെ ഫറോവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ബോഡി എന്നും സംരക്ഷിച്ചു നിർത്താൻ തീരുമാനിച്ചു. എന്തിന്? ഞാനാണ് ഏറ്റവും വലിയ പടച്ചവനെന്ന് പറഞ്ഞ ആള് വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറഞ്ഞതുപോലെ ഒന്നിനും പറ്റാത്ത വിധം പടച്ച റബ്ബിന്റെ ഖളാഇന് മുന്നിൽ, അവന്റെ അന്തിമമായ തീരുമാനത്തിന് മുന്നിൽ എല്ലാം പരാജയപ്പെട്ട് കീഴൊതുങ്ങിക്കിടക്കുന്ന അതിദയനീയമായിട്ടുള്ള രംഗം ഇന്നും ആളുകൾ കാണുമ്പോ നമ്മുടെ അഹങ്കാരവും ഭൗതിക ലോകത്ത് നമ്മുടേതായിട്ടുള്ള പ്രൗഢികളുമൊന്നും തന്നെ പടച്ച തമ്പുരാന്റെ ഖുദ്റത്തിന് മുന്നിൽ ഒന്നുമല്ല എന്ന ചിന്ത എല്ലാവരുടെയും മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാനും, അങ്ങനെ അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന ശൈലിയിലേക്ക് ഒരു ബുദ്ധിയുള്ള മനുഷ്യനും എത്താതിരിക്കാൻ അള്ളാഹു ആകുന്ന യജമാനന്റെ അച്ചടക്കമുള്ള അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള പ്രത്യേക പ്രേരണ നൽകാൻ വേണ്ടിയാണ് ഫറോവയെ ഇவ்விധം അല്ലാഹു തആല സംരക്ഷിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മളെല്ലാവരും ഇതിന്റെ ഗുണപാഠം മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ നബിയിൽ മുസ്തഫ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.